ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു നോമ്പ് തുറയുടെ വിശേഷമൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്, വൈകുന്നേരത്തെ ഒരു വ്ളോഗൊക്കെ ആയിട്ട്. അപ്പോൾ നോമ്പ് തുറയായിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടിൽ ചിക്കൻ കറിയും പത്തിരിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ പൊറാട്ടയും പിന്നെ പൊരിച്ച കടിയും ഫ്രൂട്ട്സൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്നതാണ്. അപ്പോൾ ഞാൻ പത്തിരി എങ്ങനെ ഉണ്ടാക്കിയതെന്നും ചിക്കൻ കറി അടിപൊളിയായിട്ട് ചിക്കൻ കറി എങ്ങനെ പെട്ടെന്ന് വെക്കുക എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 നാഴി പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളമൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളച്ച് വന്നപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടി ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം, എന്നാലേ പത്തിരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പൊടിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് റേക്കുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ആവി പോയതിൻ്റെ ശേഷമാണ് കുഴച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളൂലേ. അപ്പോൾ അതാ നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പത്തിരി പ്രസ്സുമേ പിന്നെ വട്ടുണ്ടാക്കുകയെ ചെയ്യുള്ളൂ കേട്ടോ, ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ പലകമ്മ പരത്തുക ചെയ്യുക. ചില ആൾക്കാർ ഇതുമ്മ തന്നെ എണ്ണയൊക്കെ തേച്ച് പരത്തിയിട്ട് ഉണ്ടാക്കും. പക്ഷേ അതിലേറെ ടേസ്റ്റ് നമ്മൾ വേറൊരു പലകമ്മ വെച്ച് പരത്തിയാലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ അതാ എല്ലാ ഉരുളകളും ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് വട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പലകമ്മ ഇത് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ ഇപ്പോൾ ഫുള്ളായിട്ട് ഉരുളകളൊക്കെ അങ്ങനെ വട്ടുണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതാ ഓരോ പത്തിരിയായിട്ട് പരത്തിയെടുക്കണം. ഉമ്മയും നാത്തൂനും കൂടെയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ ഇതിന് കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ഇത് പരത്തൽ കഴിയുമ്പോഴത്തേന് ഞാൻ ചുടാനും വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതാ ഓല് പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനപ്പത്തിന് സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫ്രൈ പാൻ്റെ ചട്ടിയിലാട്ടോ ചുടുന്നത്. ഈ ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് കിട്ടും ചെയ്യും, പിന്നെ കരിഞ്ഞു പോകുന്നുള്ളൊരു പേടിയില്ല. സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചുടുന്നത്, ഗ്യാസിൽ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നോമ്പൊക്കെ? മഴ ആയത് കാരണം നോമ്പൊക്കെ നല്ല ഉഷാറാണല്ലേ. ചൂട് കാലത്ത് നമ്മൾ നോമ്പ് നോറ്റിയിരുന്ന മാതിരിയൊന്നുമല്ല. നോമ്പൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നോൽക്കാൻ വയ്ക്കും. നല്ല മഴയാണ്, പുറത്തിറങ്ങൊന്നും ചെയ്യൊന്നും വേണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് ആ പത്തിരിയൊക്കെ നല്ലതുപോലെ ഒരു ഭാഗം വെന്ത് വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പത്തിരി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പത്തിന് ഞാൻ അതിൻ്റെ ഇടയിൽ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന് കാണിച്ചു തരാം ഈ പത്തിരി ചുടൽ കഴിഞ്ഞിട്ട്. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയാം. എല്ലാവരും നാട്ടിൽ മഴയൊക്കെ ഉണ്ടാവില്ലേ. നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റണില്ലല്ലേ. അപ്പോൾ അതെൻ്റെ എല്ലാ പത്തിരി ഇതേപോലെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിത് അടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വലിയ ജീരകം പിന്നെ 3 ഏലക്കായും ഒരു 3 കറാമ്പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. പിന്നെ ഉള്ളിയൊക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അപ്പോഴാണ് ഇട്ടിട്ടുള്ളത്. ഈ അരപ്പ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനതിൽ 2 മാഗി ക്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മറന്നു പോയതാണ്. ഉപ്പൊന്നും ഞാനതിലിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഞാൻ തക്കാളി ഇടുമ്പോൾ മാഗി ക്യൂബും കൂടെ ഇടും. വെറും ഈ ഉള്ളിയുടെ കൂടെ തന്നെ അതിട്ട് കൊടുത്താൽ ആ ഉള്ളിയിൽ അതിൻ്റെ ഉപ്പൊക്കെ പിടിക്കും. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഉപ്പ് ഉള്ളിമ്മ മാത്രം പിടിക്കൂല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഉള്ളിയിലിട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. മാഗി ക്യൂബ് ചിക്കൻ കറിയിലിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. വേറൊരു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങയൊന്നും വറുത്തരക്കണമൊന്നുമില്ല. തേങ്ങ അരക്കാത്ത അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും കഴിയും കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നപ്പോൾ ഞാൻ അതിൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അത് കാരണം ഒരു 3/4 ടീസ്പൂണുള്ളൂ ഞാൻ മുളക് പൊടി ഇട്ടിട്ട്. പിന്നെ അതാ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ മസാലയും 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇതാ ഒരു ചെറിയ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള കുരുമുളകാണ്. പിന്നെ പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള എരിക്കുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് എരിവൊക്കെ വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച്
കുരുമുളക് പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തങ്ങാണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. തേങ്ങയൊന്നും അരച്ച് ഒഴിക്കൂല. അത് കാരണം കറിക്ക് ആവശ്യമുള്ള ചിക്കൻ വേവും ചെയ്യണം, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിയും വേണമല്ലോ. അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഇതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ മൊത്തത്തിൽ അതിൽ താത്തി കൊടുക്കണം നമ്മളൊരു തവി വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഫസ്റ്റ് അത് തിളച്ച് വരുന്നത് വരെ ഫുള്ളിലിട്ടുങ്ങാണ്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റൗവ് ഫുള്ളിലിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് വറ്റി പോവും, വെന്ത് കിട്ടൂല. നമ്മൾ എന്ത് സാധനം സ്റ്റൗവിൽ വെച്ചാലും തിളച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് വെക്കണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇതിൽ ഞാൻ ഒരു തേങ്ങൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. വേറൊരു സ്മെല്ല് തന്നെയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ആ ചൂടോട് കൂടി ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം കേട്ടോ മക്കളൊക്കെ ചായ കുടിക്കാതിരിക്കുകയാണ്. നോമ്പ് പറഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കണം. പത്തിരിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി എടുത്തിട്ട് ഐസുകുട്ടിക്ക് കൊടുക്കുകയാണ്. ഐസുകുട്ടി എനിക്ക് വേണമെന്ന് പറയാണ്. അപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. ചിക്കനും പത്തിരിയും കൂടെ കൂട്ടിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. പിന്നെ പൊറാട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവർ കഴിക്കണില്ല. പത്തിരി നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.